ഹലോ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങയൊക്കെ അരച്ച് ചിരട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ ചമ്മന്തി ആയിരുന്നേ. മാങ്ങയും കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് വെള്ളയ്ക്കാണ് ചമ്മന്തി അരച്ചത്. അപ്പോൾ ചമ്മന്തി അരച്ച് മാറ്റി വെച്ചു. പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടി സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട്, അപ്പോൾ ഇവിടെ മുട്ട പൊരിക്കുമ്പോഴത്തേക്ക് ഇവന്മാർ പറയും പച്ചമുളക് ഇടണ്ടെന്ന് പറയും കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടി ഇന്ന് ഓട്സ് ഉപ്പുമാവാണേ. അപ്പോൾ നമുക്ക് ഓട്സ് അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവേ. പിന്നെ സവാളയും എന്താ പറയുക, ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ഇല്ലായിരുന്നു, കാരണം ഞാൻ കുറച്ച് ബീൻസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓട്സ് ചേർക്കുക, ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മൂടി തളിച്ചാൽ മാത്രം മതി കേട്ടോ. മൂടി വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ഓട്സ് മാവ് റെഡിയാവും. അപ്പോൾ മുട്ട ഒഴിച്ചപ്പോഴത്തേക്ക് മണമൊക്കെ വരുന്ന പറഞ്ഞ് രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെ നോക്കി നിന്നിട്ട് നടുവശം കരിഞ്ഞും പോയി. അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പുമാവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പ്രസാദ് കൂട്ടിന് പോയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് പ്രസാദ് കൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. പിന്നെ അപ്പോൾ ഉത്സവം വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഉത്സവമായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ തകഴി അമ്പലത്തിലൊന്ന് പോയി തൊഴുത് വന്നിട്ട് വീണ്ടും ഞങ്ങൾ വൈകിട്ട് പാലക്കുളങ്ങര അമ്പലത്തിൽ പോയി കേട്ടോ. അങ്ങനെ ഓടി നടന്ന ഉത്സവം കാണുമായിരുന്നേ. അപ്പോൾ കുഞ്ഞുങ്ങൾ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നാട്ടുകാലം ഉണ്ടായിരുന്നു അവിടുന്ന്. അതൊക്കെ കുറച്ച് നേരം കണ്ടു തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൽ അപ്പോൾ ഇന്ന് എന്താ പറയുക, വരാഹി ഫെഷൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടം വരെ പോയല്ലേ, കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നേ. അപ്പോൾ എന്താ വിശേഷങ്ങൾ? ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.